Yes. Hello everyone. Welcome to IELTS Academy. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ലേണിംഗ് തിയറീസിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഓപ്പറാൻഡ് കണ്ടീഷനിങ്. ഓക്കെ, ബി എഫ് സ്കിന്നറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. അതുപോലെ തന്നെ എക്സാമിനേഷന്റെ പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനും കൂടിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി കേട്ടഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒരു വാട്സ്ആപ്പ് ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ദ സെഷൻ എനിവേ. ഓപ്പറാൻഡ് കണ്ടീഷനിങ് ബൈ ബി എഫ് സ്കിന്നർ. അപ്പൊ നമുക്ക് ആദ്യം ബേസിക്സ് ആയിട്ട് എന്താണ് ഈ ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ തിയറി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 1 second. Yeah. So, B.F. Skinner's operant conditioning is a theory of learning that explains how a person or animals learn through the consequences of their behavior. അല്ലെ, അതായത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മൃഗമോ, ഓക്കെ, രണ്ടിനെയും നമ്മൾ ഇവിടെ ഈ ഒരു കോൺസെപ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ബി എഫ് സ്കിന്നറിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, അവരുടെ ബിഹേവിയറിന്റെ കോൺസിക്വൻസസിലൂടെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങള് ലേൺ ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്, ബി എഫ് സ്കിന്നർ പറയുന്നത്. അതായത് നമ്മുടെ ബിഹേവിയറിന്റെ കോൺസിക്വൻസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങള് പഠിക്കുന്നത് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ മനസ്സിലാവും. ഓക്കെ, ഇഫ് എ സ്റ്റുഡന്റ് സ്റ്റഡീസ് ഹാർഡ് ആൻഡ് റിസീവ്സ് ഗുഡ് മാർക്ക് ഓർ പ്രൈസ് ഫ്രം ടീച്ചർ, ദ സ്റ്റുഡന്റ് ഈസ് ലൈക്ലി ടു സ്റ്റഡി ഹാർഡ് അഗെയിൻ. അല്ലെ, അതായത് ഇപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, സ്കൂളിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആ കുട്ടി പഠിക്കുന്ന സമയത്ത് കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ കുട്ടിക്ക് ഒരു നല്ലൊരു പ്രൈസ് ടീച്ചർ ഭാഗത്ത്, അല്ലെ, അടിപൊളി ആയിട്ടുണ്ട്, ഓക്കെ, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി നമ്മൾ എന്ത് ചെയ്യാണ്, പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ആ കുട്ടി വീണ്ടും നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഈ ഒരു തിയറിയോട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു ബിഹേവിയറിന്റെ കോൺസിക്വൻസസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. അല്ലെ, നമ്മളൊരു കാര്യം, ഒരു ബിഹേവിയറിന് നമുക്കൊരു പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അത് വീണ്ടും ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും, അതിൽ നമ്മൾ വീണ്ടും ലേൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അതാണ് ആക്ച്വലി ബി എഫ് സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ള തിയറി മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, സെക്കൻഡ്, അക്കോർഡിംഗ് ടു സ്കിന്നർ, ബിഹേവിയേഴ്സ് ദാറ്റ് ആർ ഫോളോഡ് ബൈ എ റിവാർഡ് ഓർ ഫേവറബിൾ കോൺസിക്വൻസസ്. നമ്മളൊരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് റിവാർഡ് കിട്ടാണ്. റിവാർഡ് എന്ന് പറയുമ്പോൾ അത് പ്രൈസ് ചെയ്താൽ ഒരു റിവാർഡാണ്, ഒരു സമ്മാനം കൊടുത്ത റിവാർഡാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തി സെയിം ബിഹേവിയർ എന്താണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേ സമയത്ത് എന്താണ്, നമ്മളൊരു ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു, പോലീസ് പിടിച്ചു, പോലീസ് നമ്മൾ ഒരുപാട് വഴക്ക് പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഹെൽമെറ്റ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കും. കാരണം എന്താണ്, നമുക്ക് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്താണ്, അവിടെ വളരെ കുറവാണ്. ഇതാണ് വളരെ ബേസിക് ആയിട്ട് ബി എഫ് സ്കിന്നറിന്റെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്യാനും വേണ്ടി ഇതിനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. ആ എക്സ്പെരിമെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്കിന്നർ ബോക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ് എങ്ങനെ നമുക്ക് നോക്കാം. എ ഹംഗ്രി റാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദി ബോക്സ്. അല്ലെ, ഒരു വിശന്നിരിക്കുന്ന ഒരു എലിയെ എന്ത് ചെയ്തു, ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇട്ടു. ഓക്കെ, ഇൻസൈഡ് ദ ബോക്സ് ദർ ഈസ് എ ലിവർ. അല്ലെ, ബോക്സിന്റെ ഉള്ളിൽ എന്താണ്, ഒരു ലിവർ ഇവിടെ അവൈലബിൾ ആണ്. When the rat accidentally presses the lever, the pellet dispenses releases the food. അല്ലെ, അതായത് റാറ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു സംഭവം, ഈ ഒരു ലിവർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഭക്ഷണം ഇതിലൂടെ എന്താണ് ഇവിടത്തേക്ക് വരും. ഓക്കെ, ഇതായിരുന്നു എക്സ്പെരിമെന്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു സംഭവം എക്സ്പെരിമെന്റ് മുന്നോട്ട് പോയി നമുക്ക് നോക്കാം. അറ്റ് ഫസ്റ്റ് ദ റാറ്റ് ഡസന്റ് നോ വാട്ട് ദ ലിവർ ഡസ്. അല്ലെ, ആദ്യം ഈ എലിക്ക് എന്താ അറിയുന്നില്ല, ഈ ലിവർ എന്താണെന്നും ആ എലിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം വരും എന്നുള്ള ഒരു ഐഡിയ എലിക്ക് എന്തില്ല, ആ സമയത്ത് ആദ്യത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ല. ഇറ്റ് മൂവ്സ് അറൌണ്ട് റാൻഡംലി ആൻഡ് ഇവഞ്ച്വലി പ്രസ് ദ ലിവർ. അല്ലെ, അപ്പൊ എന്ത് ചെയ്തു, എലി സ്വാഭാവികമായിട്ട് ചുറ്റിങ്ങനെ നടന്നു, കുറെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി, അറിയാതെ എന്ത് ചെയ്തു, ലിവർ ഞെക്കിപ്പോയി. അങ്ങനെ അത് പ്രസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, വെൻ ഫുഡ് അപ്പിയേഴ്സ് ദ റാറ്റ് ലേൺസ് ദാറ്റ്. അല്ലെ, ഭക്ഷണം വന്നപ്പോ പിന്നെ എലിക്ക് എന്ത് മനസ്സിലായി, പ്രസിംഗ് ദ ലിവർ ഫുഡ് അപ്പിയേഴ്സ്. അല്ലെ, ഫുഡ് അപ്പിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ
കോൺസിക്വൻസ് സംഭവിച്ചു, റൈറ്റ്? അതായത് ആ ഒരു ലിവർ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം വരുന്നുണ്ട്. അപ്പൊ ഭക്ഷണം വരുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണ്. അപ്പൊ ആ എലി എന്ത് ചെയ്തു? വീണ്ടും ആ സെയിം ആക്ഷൻ തന്നെ എന്ത് ചെയ്തു? എലി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ആഫ്റ്റർ റിപ്പീറ്റഡ് എക്സ്പീരിയൻസസ് the rat begins to press the lever intentionally and more frequently because because it has learned that pressing the lever produces the food, അല്ലെ? അപ്പൊ നിരന്തരം ഈ എലിക്ക് ഇത് പ്രസ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് എന്ത് ചെയ്യും? ഭക്ഷണം വരുന്നത്. ഇതാണ് എന്ത്? നമ്മളെ ബിഹേവിയറിന്റെ കോൺസിക്വൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു ആക്ഷൻ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലെ? അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള റിവാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു ആക്ഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ. ഓക്കെ, ഇതാണ് എന്ത് വളരെ ബേസിക്സ് ആയിട്ട് ഈ ഓപ്പറാൻഡ് കണ്ടീഷനിങ്, ബി എഫ് സ്കിന്നറിന്റെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പ്രധാനമായിട്ട് സ്കിന്നർ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള 4 തരത്തിലുള്ള കോൺസിക്വൻസസ് ഉണ്ട്. ഓക്കെ, ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, പോസിറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്. എല്ലാം സിമ്പിൾ ആയിട്ട് എന്താണ് എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് എന്താണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, അല്ലെ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് എ പ്രോസസ് ഇൻ ഓപ്പറാൻഡ് കണ്ടീഷനിങ് where something pleasant or desirable is added immediately after a behavior to increase the likelihood that behavior will happen again, അല്ലെ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു ബിഹേവിയർ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു നല്ല മാർക്ക് പിന്നെ സ്കോർ ലഭിക്കുകയാണ്. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉടനെ തന്നെ ഓക്കെ ഇമ്മീഡിയറ്റ്ലി ആ ബിഹേവിയറിന് ശേഷം എന്താണ് നമ്മള് പ്ലസന്റ് ആയിട്ടുള്ള ഒരു റിവാർഡ് ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ആ കുട്ടി വീണ്ടും ആ ഒരു നല്ല മാർക്ക് കിട്ടാനുള്ള എഫേർട്ട് കുട്ടിയുടെ ഭാഗത്തുണ്ടാവും. ഇതാണ് എന്ത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, when a desired behavior is followed by a positive consequences, that behavior becomes stronger and is more likely to be repeated, അല്ലെ? അതായത് ഒരു നല്ലൊരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ബിഹേവിയർ നടക്കുന്നു, അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ്, അല്ലെ? ആ കുട്ടിയെ പ്രൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ, ഇത് രണ്ടും അവിടെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ബിഹേവിയർ സ്ട്രോങ്ങർ ആവും. സ്ട്രോങ്ങർ ആകുന്നതിന്റെ കൂടെ തന്നെ എന്താണ് ആ സെയിം ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഓക്കെ, ദ വേർഡ് പോസിറ്റീവ് മീൻസ് സംതിങ് ഈസ് ആഡഡ് വൈൽ റീഇൻഫോഴ്സ്മെന്റ് മീൻസ് ദ ബിഹേവിയർ ഇസ് ഇൻക്രീസ്ഡ്, അല്ലെ? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു, അതിലൂടെ എന്താണ് ആ ബിഹേവിയർ വീണ്ടും ഇൻക്രീസ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ചൈൽഡ് കംപ്ലീറ്റ്സ് their homework on time. The parent praise the child and give them a small reward. Because the child receives praise and a reward after completing the homework, the child is more likely to complete their homework on the time again. എന്നൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഈ ഒരു ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്, സോറി. ഓക്കെ, വിസിബിൾ ആണല്ലോ, പ്രശ്നമില്ല അല്ലെ? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ ഓപ്പറാൻഡ് കണ്ടീഷനിങ് വേർ something unpleasant or unwanted is removed after a behavior, making the person or child more likely to repeat that behavior in the future. Okay, അതായത് ഒരു ആക്ടിവിറ്റി, നമ്മളൊരു ബിഹേവിയർ അവിടെ നമ്മൾ പിന്നെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് അവിടെ ഓക്കെ, ഇതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ കൊടുത്ത എക്സാമ്പിൾ തന്നെയാണ്. ഇപ്പോ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയോട് നമ്മൾ എന്ത് ചെയ്യാണ്? എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എടാ ഹോംവർക്ക് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഓക്കെ, അപ്പൊ ഇതെന്താണ് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു റിവാർഡാണ്, അല്ലെ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ഇത് കേൾക്കാതിരിക്കാനും വേണ്ടി കുട്ടി എന്ത് ചെയ്യും? വേഗം എന്ത് ചെയ്യും? ഈ ഹോംവർക്ക് ചെയ്തു വെക്കും. ഓക്കെ, അപ്പോ ഹോംവർക്ക് ചെയ്യുന്നതിലൂടെ എന്താണ് അൺപ്ലസന്റ് ആയിട്ടുള്ള റിമൈൻഡർ എന്ത് ചെയ്യാണ് ആ കുട്ടി എന്ത് ചെയ്യാണ് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണ്. ഇതാണ് എന്ത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ ഓപ്പറാൻഡ് കണ്ടീഷനിങ് വേർ സംതിങ് അൺപ്ലസന്റ് ഓർ അൺവാണ്ടഡ് ഈസ് റിമൂവ്ഡ് ആഫ്റ്റർ എ ബിഹേവിയർ, അല്ലെ? അപ്പൊ ഒരു കുട്ടി ഒരു ബിഹേവിയർ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനം അവിടുന്ന് റിമൂവ് ചെയ്യും. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യൂല? പറഞ്ഞുകൊണ്ട് നിൽക്കൂല എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ,
The word negative means something is removed, while reinforcement means the behavior is increased. Right? It is important to remember that negative reinforcement is not punishment because its purpose is to increase a behavior, not decrease it. Right? അപ്പോ ഇതെന്താണ് ഒരു പണിഷ്മെന്റ് എന്നുള്ള പേരിൽ നമുക്ക് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ എന്ത് ചെയ്യില്ല, വിളിക്കൂല. ബിക്കോസ് അതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, ഒരു ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാൻ. പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്വഭാവം കുറക്കാനും വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സ്വഭാവം കൂട്ടാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, കുട്ടി വീണ്ടും വീണ്ടും കറക്റ്റ് സമയത്ത് ഹോംവർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മള് ആ കുട്ടിയോട് പറഞ്ഞുകൊണ്ട് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പറയാണ്ട് നിൽക്കുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യണം, വേഗം വേഗം ഹോംവർക്ക് ചെയ്തു പോവാണ്. കാരണം അത് കുട്ടിക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല. ഓക്കെ, ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് പോസിറ്റീവ് പണിഷ്മെന്റ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ ഓപ്പറന്റ് കണ്ടീഷനിങ് വേർ സംതിങ് അൺപ്ലസന്റ് ഈസ് ആഡഡ് ആഫ്റ്റർ ആൻ അൺവാണ്ടഡ് ബിഹേവിയർ ടു റെഡ്യൂസ് ദി ലൈക്ലിഹുഡ് ദാറ്റ് ദ ബിഹേവിയർ വിൽ ഹാപ്പൻ അഗെയിൻ. അല്ലെ, എന്താണ് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്, അൺവാണ്ടഡ് ബിഹേവിയറിന്റെ കൂടെ ആഡ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് ആ സെയിം ബിഹേവിയർ എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A child misbehave in a classroom, so the teacher give the child extra homework as a consequences. Because the extra homework is added after the misbehavior, the child may be less likely to misbehave again. Okay, അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മൾ ആ കുട്ടിയെ ശിക്ഷിക്കല്ലേ ചെയ്യുന്നത്, എന്താണ് എക്സ്ട്രാ ഹോംവർക്ക് കൊടുക്കുകയാണ്. എക്സ്ട്രാ ഹോംവർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പോസിറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ്. ഉദാഹരണത്തിന് ഇവ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ തരുമ്പോൾ എന്താണ്, അത് നെഗറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് നമുക്ക് പറയാം. അതേ സമയത്ത് പറയാണ് നിങ്ങൾ 5 ദിവസം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കണം എന്ന് പറയുന്നത്, അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ എന്താണ്, ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അൺവാണ്ടഡ് ബിഹേവിയറിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ബിഹേവിയർ പിന്നെ സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ വളരെ കുറവാണെന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. ഇതാണ് പോസിറ്റീവ് പണിഷ്മെന്റിന്റെ ഭാഗത്ത് നമ്മൾ നോക്കേണ്ട ഒരു വിഷയം. നെക്സ്റ്റ് എന്താണ്, നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. നെഗറ്റീവ് പണിഷ്മെന്റ് ഈസ് എ പ്രോസസ് ഇൻ ഓപ്പറന്റ് കണ്ടീഷനിങ് വേർ something pleasant or desirable is removed after an unwanted behavior to reduce the likelihood that the behavior will happen again. അല്ലെ, അപ്പോ നെഗറ്റീവ് പണിഷ്മെന്റ് എന്താണ്, ഒരു പ്ലസന്റ് ആയിട്ടുള്ള നല്ല ഒരു അനുഭവം എന്ത് ചെയ്യാണ്, നമ്മൾ റിമൂവ് ചെയ്യാണ്. അതായത് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു കാര്യം ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് റിമൂവ് ചെയ്യാണ്. അപ്പൊ എന്താണ്, ആ വ്യക്തി ആ നല്ല കാര്യം അവരിൽ നഷ്ടപ്പെടുമ്പോൾ എന്താണ്, പിന്നീട് അവരെന്ത് ചെയ്യില്ല, ആ ഒരു ആക്ഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ കുറയും എന്നുള്ളതാണ്. Okay, for example, a child misbehaves repeatedly, so the parent take away the child's mobile phone for the evening. അല്ലെ, ആ കുട്ടിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇഷ്ടമുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു മൊബൈൽ ഫോൺ. കാരണം എല്ലാ ദിവസവും പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഫോൺ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്ത് ചെയ്തു, രക്ഷിതാക്കൾ എന്ത് ചെയ്തു, ആ കുട്ടി ഒരു ദിവസം മിസ്ബിഹേവ് ചെയ്തു, മോശമായിട്ട് പെരുമാറി. അപ്പൊ ആ പാരന്റ് എന്ത് ചെയ്തു, ആ കുട്ടിയുടെ പ്ലസന്റ് ആയിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് എന്ത് ചെയ്തു, ആ കുട്ടിയുടെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു, കുട്ടി വീണ്ടും അത് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറഞ്ഞു. അതാണ് എന്ത്, നെഗറ്റീവ് പണിഷ്മെന്റ് എന്നുള്ളത്. അപ്പൊ ഈ എക്സാമ്പിൾസ് വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എല്ലാ ടൈപ്പ് ഓഫ് കണ്ടീഷനിങ് നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് ആദ്യം ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. 1 second. Yeah. Schedule of reinforcement refers to the rule or pattern used to decide when and how often a behavior will be reinforced. Okay. Skinner found that where reinforcement is given can affect how quickly a behavior is learned, how frequently it occurs, and how resistantly it exists. Okay. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോ ഉദാഹരണത്തിന് ഒരു കുട്ടി എല്ലാ ദിവസവും എന്ത് ചെയ്യാണ്, പേപ്പർ വായിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ ഈ കുട്ടിയെ എല്ലാ ദിവസവും നമുക്ക് റിവാർഡ് കൊടുക്കണോ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ റിവാർഡ് കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ റിവാർഡ് കൊടുത്താൽ മതിയോ? ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരെ റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്, അതിന്റെ കാലാവധി എങ്ങനെയാണ്, ഡെയിലി ആണോ റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആഴ്ചക്കാണോ അവരെ റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും മതിയോ? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ്. അല്ലെ, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഓരോ ആക്ഷൻ നടക്കുന്നതിനനുസരിച്ച് എന്താണ് അപ്പൊ തന്നെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണ്. പാർഷ്യൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എപ്പെങ്കിലും എന്ത് ചെയ്യും, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അപ്പൊ നമുക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് അത് നോക്കാം. Continuous reinforcement is a schedule of reinforcement in which a desired behavior is reinforced every time it occurs. അല്ലെ, ഒരു പ്രവൃത്തി
എപ്പോഴൊക്കെയാണോ സംഭവിക്കുന്നത് അപ്പൊ തന്നെ എന്താണ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും, അല്ലെ ഒരു പോസിറ്റീവ് ആയ നെഗറ്റീവ് റിവാർഡ് നമ്മൾ കൊടുക്കും. അതാണ് ഈ പറയുന്ന കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എ ചൈൽഡ് ഈസ് ലേണിംഗ് ടു സേ പ്ലീസ് every time the child say please correctly, the parent immediately praise the child by saying very good. Okay, thus the child receives praise every single time they use to decide behavior. അല്ലെ കുട്ടി എന്ത് ചെയ്യാണ് ഒരു കാര്യം വേണ്ടുന്ന സമയത്ത് could you please give me some water, could you please give me the food എന്ന് പറയണം. അപ്പൊ എല്ലാ സമയവും കുട്ടി പ്ലീസ് എന്ന് പറയുമ്പോൾ എന്താണ് ആ രക്ഷിതാക്കളെ വെരി ഗുഡ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എപ്പോഴൊക്കെയാണോ ആ കുട്ടി പ്ലീസ് പറയുന്നത് അപ്പോഴൊക്കെ പേരൻസ് എന്ത് ചെയ്യുന്നു അവിടെ ഗുഡ് എന്ന് പറഞ്ഞ് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് എന്ത് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് whenever the person perform the correct or desired behavior, they immediately receives a reward or positive consequence. Okay, it is especially useful when teaching a new behavior because the consistent reinforcement helps the person quickly understand which behavior is desirable. അല്ലെ കുട്ടിയായ സമയത്ത് നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് എന്താണ് അവര് പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ അങ്ങനത്തെ സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണം. അല്ലെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ എപ്പോൾ അവർ പ്രൈസ് ചെയ്യണം, മോശം ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാം, നെഗറ്റീവ് ആയിട്ട് പണിഷ്മെന്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ ഫോം ചെയ്യുന്നത് വരെ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഒരു അഡൾട്ട്ഹുഡ് ഒക്കെ ആകുന്ന സമയത്ത് പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ്. അതിന് വേറൊരു പേരുണ്ട് ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇറ്റ് ഈസ് എ schedule of reinforcement in which a desired behavior is reinforced only some of the time rather than every time it occurs. അല്ലെ ഒരു ആക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, റീഇൻഫോഴ്സ് ചെയ്യില്ല, ഏതെങ്കിലും റാൻഡം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. The person does not receive a reward after every character responses because the reinforcement is occasional. അല്ലെ occasional ആയിട്ട് നടക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ്. The behavior can become more resistant to extinction. Okay, fine. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. A child is encouraged to complete homework. Sometimes the parent gives the child praise or a small reward after completing the homework, but not every time. Okay, since the child receives reinforcement only occasionally, the child continues to complete the homework even when there is no reward. അല്ലെ അപ്പൊ നമുക്ക് റിവാർഡ് എപ്പം കിട്ടും എന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു പെർഫോം അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ട് ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഏതൊരു മൊമെന്റിൽ എനിക്ക് എന്ത് കിട്ടും, അവിടെ ഒരു പിന്നെ റീഇൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു മൊമെന്റിൽ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. അപ്പൊ അതിനു വേണ്ടി കുട്ടി എന്ത് ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, അതാണ് പാർഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ലിങ്കിൽ നിങ്ങൾ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടോ, അപ്പൊ ജസ്റ്റ് ജോയിൻ ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഭാഗങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ വേണ്ടി പാടില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, യാ, so that's all about today's session. So we'll see you in the next video. Till then, bye and thanks.